തങ്കമണി ഇതൊരു സ്ത്രീയുടെ പേരു മാത്രമല്ല, പോലീസ് നായാട്ടിൽ വിറങ്ങലിച്ച ഒരു നാടിന്റെ കൂടി പേരാണ്. 1980കളിൽ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചെറിയൊരു തർക്കം കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ കോളിളക്കമായി മാറിയ ചരിത്രം. കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് ക്രൂരതകളിൽ ഒന്നായാണ് തങ്കമണി സംഭവത്തെ ഇന്നും വിശേഷിപ്പിക്കുന്നത്. തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം വെള്ളിത്തിരയിലേക്ക് എത്താനൊരുങ്ങുന്നുവെന്ന വാർത്തകൾക്കൊപ്പമാണ് തങ്കമണി സംഭവം വീണ്ടും കേരളത്തിൽ ചർച്ചയാവുന്നത്. ഇടുക്കി കാമാക്ഷിയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന തർക്കം അന്നത്തെ കരുണാകരൻ സർക്കാരിനെ പോലും പിടിച്ചുലച്ച വിവാദമായി വളർന്ന തങ്കമണി സംഭവം എന്താണത്? ആഴത്തിൽ അറിയാം. ഒക്ടോബർ 21 തങ്കമണി സംഭവത്തിലേക്ക് നയിച്ച ബസ്സു തർക്കം നടന്നത്. ഇടുക്കിയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ സർവീസ് റൂട്ടിനെ ചൊല്ലി തർക്കം നടക്കുന്നു. അന്ന് പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യം അല്ലായിരുന്നു. കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കിവിടും. എന്നാൽ തങ്കമണി വരെയുള്ള പണം വാങ്ങുകയും ചെയ്യും. യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. ഇതിനെ ചൊല്ലി വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ നിരവധി തവണ തർക്കങ്ങളും നടന്നു. ഇതിനിടെ ഒരിക്കൽ ബസ് പാറമടയിൽ സർവീസ് നിർത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്തു. ബസ് തങ്കമണി വരെ കൊണ്ടുപോകണം എന്ന് ബസ് ജീവനക്കാരോട് അവൻ ആവശ്യപ്പെട്ടു. തർക്കത്തിനിടെ കണ്ടക്ടർ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്തു, ബസ്സിൽ നിന്നും പുറത്താക്കി. ഈ സംഭവം അറിഞ്ഞ നാട്ടുകാർക്ക് രോഷം ഇരമ്പി. പിറ്റേന്നവർ ബസ് പിടിച്ചെടുത്തു, ഭീഷണിപ്പെടുത്തി തങ്കമണിയിലേക്ക് സർവീസ് നടത്തിക്കുകയും ചെയ്തു. ഇതാണ് തങ്കമണി സംഭവത്തിന്റെ തുടക്കം. വിദ്യാർത്ഥിയെ മർദ്ദിച്ചിറക്കി വിട്ടതിന് ബസ് ജീവനക്കാർ മാപ്പ് പറയണം എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതല്ലാതെ ബസ് കൊണ്ടുപോവാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പ്രഖ്യാപിച്ചു. ബസ്സിലെ ടയറിന്റെ കാറ്റ് അവർ അഴിച്ചുവിട്ടു. ബസ് ജീവനക്കാർ ഇതിനു തയ്യാറായില്ല എന്നു മാത്രമല്ല, ബസ് ഉടമയായ ദേവസ്യ കട്ടപ്പനയിൽ നിന്നും പോലീസിനെയും കൂട്ടി സ്ഥലത്തെത്തി. നാട്ടുകാർ ഭീഷണിപ്പെടുത്തി തടഞ്ഞുവെച്ച ബസ് തിരിച്ചെടുത്തു കൊണ്ടുപോവാനായിരുന്നു ദേവസ്യയുടെ നീക്കം. മാപ്പ് പറയാതെ ബസ് കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. അവർ എതിർത്തു. ഇതോടെ സംഭവത്തിൽ പോലീസ് ഇടപെട്ടു. പോലീസ് ജനക്കൂട്ടത്തിനു നേരെ ലാത്തി വീശി. രോഷാകുലരായ നാട്ടുകാർ പോലീസിനു നേർക്ക് കല്ലെറിഞ്ഞു. ജനരോഷം നിയന്ത്രണാതീതമായി. നാട്ടുകാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടാൻ പോലീസ് തങ്കമണിയിൽ നിന്നും ജീപ്പിൽ പുറത്തു കടക്കാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ പിന്തുടർന്നു കല്ലെറിഞ്ഞു. ഇത് പോലീസുകാരിൽ വൈരാഗ്യമുണ്ടാവാൻ കാരണമായി. അപ്പോഴേക്കും സംഭവം പൊതുജന പ്രതിഷേധമായി വളർന്നിരുന്നു. നാട്ടുകാരുടെ കല്ലേറിൽ വൈരാഗ്യമുയർന്ന പോലീസ് അടുത്ത ദിവസം സർവ്വസന്നാഹവുമായി തങ്കമണിയിലേക്ക് എത്തി. പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന IC തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. പോലീസ് സംഘത്തിന് നേരെ ജനക്കൂട്ടം വീണ്ടും പ്രതിഷേധിച്ചു. അതിനിടെ പോലീസ് ഔട്ട് പോസ്റ്റും ജീപ്പും ആരോ തീവെച്ച് നശിപ്പിച്ചു. സംഘർഷത്തിനിടെ തങ്കമണി പള്ളിയിൽ നിന്ന് കൂട്ടമണിയും ഉയർന്നതോടെ ജനങ്ങൾ തങ്കമണിയിലേക്ക് ഒഴുകിയെത്തി. സംഘർഷം നിയന്ത്രണാതീതമായതോടുകൂടി പോലീസ് വെടിവെപ്പ് നടത്താൻ ആരംഭിച്ചു. അതിനിടെ സ്ഥലത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പുരോഹിതനുമായിരുന്ന ഫാദർ ജോസ് കോട്ടൂരും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല. ജനങ്ങൾക്കു നേരെ പോലീസ് അതിക്രമം തുടർന്നു. അന്നുണ്ടായ ലാത്തിചാർജിലും വെടിവെപ്പിലും നിരവധി പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ഒന്നും പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന കോഴിമല അവറാച്ചൻ എന്നയാൾ വെടിവെപ്പിൽ മരണപ്പെട്ടു. ഉടുമ്പക്കൽ മാത്യു എന്നയാൾക്ക് 2 കാലുകളും നഷ്ടപ്പെട്ടു. വെടിവെപ്പിനു ശേഷം ആളുകൾ പിരിഞ്ഞുപോയിട്ടും പോലീസിന് കലിയടങ്ങിയില്ല. അർദ്ധരാത്രിയോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയുധധാരികളായ 100 കണക്കിന് പോലീസുകാർ വീണ്ടും തങ്കമണി ഗ്രാമത്തിലെത്തി. വാതിലുകൾ ചവിട്ടി തുറന്ന് വീടുകളിൽ അതിക്രമിച്ചു കയറി. തങ്കമണി പാണ്ടിപ്പാറ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും പോലീസ് അന്ന് റെയ്ഡ് നടത്തി. 31 പേരെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ എത്തിച്ചവരെ നിരന്തര മർദ്ദനത്തിനു ശേഷം അടുത്ത ദിവസമോ 2 ദിവസം കഴിഞ്ഞോ മാത്രമാണ് വിട്ടയച്ചത്. സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും അടക്കം നിരവധി പേരാണെന്ന് പോലീസ് അതിക്രമത്തിന് ഇരയായത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനു പുറമെ വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാഭരണവും അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തിയതായും ആളുകൾ പരാതി നൽകി. വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു.
അതിക്രമത്തിനു പിന്നാലെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരെ ഗുരുതര പരിക്കുകളോടുകൂടി അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് റെയ്ഡിനിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായും ആരോപണങ്ങൾ ഉയർന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത പുരുഷന്മാരെ കുപ്രസിദ്ധമായ മൂന്നാം മുറയ്ക്ക് ഇരയാക്കുകയും ചെയ്തതായും പിൽക്കാലത്ത് പരാതികൾ ഉയർന്നിരുന്നു. തങ്കമണിയിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്ന ആ കാലത്ത് കെ കരുണാകരനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. സംഭവം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നു. വിഷയം പ്രതിപക്ഷവും പൊതുസമൂഹവും ഏറ്റെടുത്തു. തങ്കമണി സംഭവത്തിൽ അന്വേഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. 12 ദിവസം കൊണ്ട് 300 കിലോമീറ്റർ കാൽനട മാർച്ച് നടത്തിയാണ് തങ്കമണിയിലെ ജനങ്ങൾ ഗവർണർ പി രാമചന്ദ്രനെ കാണാനായി തലസ്ഥാനത്ത് എത്തിയത്. ഒക്ടോബർ 22-ന് തങ്കമണി അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ആ മാർച്ചിൽ മുദ്രാവാക്യങ്ങളായി ഉയർന്നു. തങ്കമണിയിൽ വെടിയേറ്റു മരിച്ച കോഴിമല അവറാച്ചന്റെ ശവകുടീരത്തിൽ നിന്നുമായിരുന്നു 25-അംഗ സംഘത്തിന്റെ കാൽനട യാത്ര. അത് തലസ്ഥാനത്തെത്തിയപ്പോൾ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിനു പേരാണ് ആ യാത്രയിൽ അണിചേർന്നത്. കുറ്റക്കാരായ പോലീസുകാരെ ശിക്ഷിക്കണം, തങ്കമണി സംഭവം CBI അന്വേഷിക്കണം, ഇതായിരുന്നു അവരുടെ ആവശ്യം. പാതിരാത്രി നേരത്ത് വീടുകൾ കയറിയിറങ്ങി അമ്മ പെങ്ങന്മാരെ അപമാനിച്ച പോലീസെ നിങ്ങൾക്ക് മാപ്പില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു സമരത്തിൽ പങ്കെടുത്ത അമ്മമാരും സ്ത്രീകളും വിളിച്ചത്. തങ്കമണിയിലെ പോലീസ് അതിക്രമത്തിൽ കൈയൊടിഞ്ഞ 22 വയസ്സുകാരനും മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നവരും അതിക്രമത്തിൽ നിന്നും രക്ഷ തേടാൻ പോലീസിനു നേരെ വാളോങ്ങിയ സാലിയുടെ അമ്മ ചിന്നമ്മ തുടങ്ങി അതിക്രമത്തിലിരകളായ നിരവധി പേർ സമരത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു തങ്കമണി സംഭവം നടന്നത്. ആസന്നമായ തെരഞ്ഞെടുപ്പിനിടെ വിഷയം രാഷ്ട്രീയമായി ആളിക്കത്തി. തങ്കമണി സംഭവത്തെ പ്രതിപക്ഷം പ്രചാരണായുധമാക്കി. കരുണാകരന്റെ പോലീസിനെതിരെ പ്രതിപക്ഷം വാളെടുത്തു. സംസ്ഥാനത്തെങ്ങും പ്രതിഷേധങ്ങൾ. സംഭവം ദിവസങ്ങളോളം നിയമസഭയെയും പ്രക്ഷുബ്ധമാക്കി. അന്ന് EK നായനാരായിരുന്നു പ്രതിപക്ഷ നേതാവ്. കൊലയാളി മുഖ്യൻ, കൊലയാളി കരുണാകരൻ, കൊലയാളി സർക്കാർ തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷ നിരയിലെ നേതാക്കളന്ന് സഭയിൽ ഉയർത്തിയത്. സർക്കാരിനെതിരെ പൊതുജന പ്രതിഷേധം ശക്തപ്പെടുത്തുന്നതിനിടെ പോലീസിനെതിരെ നിരവധി പരാതികൾ കോടതിയിലുമെത്തി. തങ്കമണി സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും തെറ്റു സംഭവിച്ചതായി അന്ന് സർക്കാർ തന്നെ തുറന്നു സമ്മതിച്ചു. സ്ഥലത്ത് പോലീസ് അന്യായമായി സംഘം ചേരുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ലഹള നടത്തുകയും ചെയ്തതായാണ് സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. നാട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ അന്ന് 29 കേസാണ് ചുമത്തിയത്. ദേഹോപദ്രവം, അതിക്രമിച്ചു കയറൽ, മോഷണം, അന്യായമായി സംഘം ചേരൽ, ഭീഷണിപ്പെടുത്തൽ, മാരകായുധങ്ങളുമായി സംഘം ചേരൽ തുടങ്ങിയ കേസുകളാണ് പോലീസിനെതിരെ ഉണ്ടായിരുന്നത്. ശിക്ഷാ നടപടികളുടെ ഭാഗമായി നിരവധി പോലീസുകാർക്കെതിരെ കേസെടുക്കുകയും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനോടകം CBI അന്വേഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് 30-ലധികം ഹർജികൾ കോടതിയിലെത്തി. പോലീസ് അതിക്രമത്തിനിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് തങ്കമണിയിലെ നിരവധി സ്ത്രീകളെന്ന് പരാതി ഉന്നയിച്ചത്. എന്നാൽ സർക്കാരും പോലീസും ഇത് നിഷേധിച്ചു. ബലാത്സംഗം നടന്നുവെന്നു കാണിച്ച നിരവധി പരാതികൾ കോടതിയിൽ എത്തിയപ്പോഴും ആരോപണമുയർന്ന തരത്തിൽ സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കെ കരുണാകരൻ സഭയിൽ പറഞ്ഞു. എന്നാൽ സ്ത്രീകളുടെ പക്ഷം പിടിച്ച് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കുന്നത് തുടർന്നു. പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ട പശ്ചാത്തലത്തിൽ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസ് തങ്കമണിയിലെത്തിയെങ്കിലും തങ്കമണിയിലെ സ്ത്രീകൾ അത് ബഹിഷ്കരിച്ചു. പോലീസ് കൂട്ടബലാത്സംഗം നടത്തി എന്ന പരാതികൾ പലതും വസ്തുതാവിരുദ്ധമാണ് എന്ന വാദവുമുണ്ട്. തങ്കമണിയിൽ നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് എന്നാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനിടെ തങ്കമണി സംഭവത്തിൽ ജസ്റ്റിസ് D. ശ്രീദേവിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കെ കരുണാകരൻ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംഭവം അന്വേഷിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ തങ്കമണി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ എന്നും നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അന്വേഷണം പൂർത്തിയാവുന്നതുവരെയെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നില്ല. അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരായ പോലീസിനെതിരെ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി. തങ്കമണി സംഭവം കെ കരുണാകരൻ നയിക്കുന്ന UDF സർക്കാരിനെ തെല്ലൊന്നുമല്ല പരിക്കേൽപ്പിച്ചത്. തങ്കമണി സംഭവത്തിന്റെ തൊട്ടടുത്ത വർഷം 1987 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തങ്കമണിയെ
മുഖ്യ ആയുധമായി. അന്ന് UDF-നു വേണ്ടി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിലെത്തിയിരുന്ന സമയമായിരുന്നു. എന്നാൽ പ്രചാരണങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിനെയും UDF-നെയും കാത്തിരുന്നത് വലിയ തിരിച്ചടിയായിരുന്നു. ഫലം പുറത്തു വന്നപ്പോൾ UDF വൻ പരാജയം ഏറ്റുവാങ്ങി. 138 സീറ്റിൽ 78 സീറ്റുകൾ നേടിക്കൊണ്ട് മാർച്ച് 26-ന് EK നായനാർ നയിക്കുന്ന ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, തങ്കമണി ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് UDF-ന്റെ റോസമ്മ ചാക്കോ. തങ്കമണി സംഭവത്തിൽ പോലീസിനെതിരെ നടപടി സ്വീകരിച്ചുവെങ്കിലും ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. 1977-ൽ കരുണാകരൻ സർക്കാർ ആദ്യമായി അധികാരത്തിലേറിയപ്പോഴായിരുന്നു വിഖ്യാതമായ രാജൻ കൊലപാതകം നടന്നത്. നക്സൽ ബന്ധത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ പോലീസ് ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് പിന്നീട് സമ്മതിച്ചു. കേസിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിന്റെ പേരിൽ അധികാരത്തിലേറി 33 ദിവസങ്ങൾക്കു ശേഷം കരുണാകരന് മന്ത്രിസഭ ഒഴിയേണ്ടി വന്നു. രാജന്റേത് കസ്റ്റഡി മരണമാണ് എന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും തെളിവില്ലാത്തതിനാൽ ശിക്ഷ ഒഴിവാക്കപ്പെട്ടു. കരുണാകരൻ സർക്കാരിന്റെ പോലീസിനെതിരെ ഇത്തരമൊരു പേരുദോഷം നിലനിൽക്കുന്നതിനിടെയായിരുന്നു തങ്കമണിയിലെ അനിഷ്ട സംഭവങ്ങളും അരങ്ങേറിയത്.